ഇന്ന് നമ്മോട് കൂടെയുള്ളത് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ സീനിയർ വൈദികനായ കുടമാളൂർ ഇടവകയിലെ ആർച്ച് പ്രീസ്റ്റായ ഫാദർ മാണി പുതിയട അച്ഛനോടൊത്താണ്. ഇന്ന് നമുക്ക് അച്ഛനോട് ചോദിക്കേണ്ടത്, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ സഭയിൽ നടന്ന ആലഞ്ചേരി പിതാവിൻ്റെ സ്ഥാനത്യാഗത്തെക്കുറിച്ചാണ്. അച്ഛൻ കൂടുതലായും ആലഞ്ചേരി പിതാവിനോടൊത്ത് കൂടുതൽ പരിചയപ്പെടുകയും അച്ഛനോടൊത്ത് ആലഞ്ചേരി പിതാവിൻ്റെ കുറേ ഓർമ്മകളുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അച്ഛനോട് ആലഞ്ചേരി പിതാവുമായിട്ടുള്ള അച്ഛൻ്റെ ഓർമ്മകൾ ഒന്ന് പങ്കുവയ്ക്കാനായിട്ട് ഈ സമയങ്ങൾ നമ്മൾ വിനിയോഗിക്കുകയാണ്. അച്ഛായിശം ശൈസിയായിരിക്കുക. അതിന് നല്ല നല്ല ഓർമ്മകൾ ആലഞ്ചേരി പിതാവിനെ കുറിച്ചുള്ളതുണ്ട്. ആ ഓർമ്മകളൊന്ന് പങ്കുവെക്കാവും. അതായത് പിതാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. സെമിനാരി കൊറ്റം തോറ്റുള്ളത്, പിന്നീട് അച്ഛനായി, കൊച്ചച്ഛനായി, പിതാവെന്ന് കത്തീഡ്രൽ അസിസ്റ്റൻ്റ് ആയിരുന്നു. അതേ തുടർന്ന് ഞാൻ അതിരൂപത അസിസ്റ്റൻ്റ് ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും രൂപത വിഭജിച്ചപ്പോൾ, കാഞ്ഞിരപ്പള്ളി രൂപത ഉണ്ടായപ്പോൾ, ഞങ്ങൾ അരവനയിൽ അദ്ദേഹം സന്ദേശ നിലയം സൺഡേ സ്കൂളിൻ്റെ ചാർജിലും ഞാൻ യുവജനങ്ങളുടെ ചാർജിലും ഡയറക്ടർമാരായിട്ട് എത്തി. ആ കാലഘട്ടമാണ് പക്ഷേ ഞങ്ങൾ അടുത്ത് ഇടപെട്ട് പ്രവർത്തിച്ച കാലഘട്ടം എന്ന് പറയും. ആ പിതാവെന്ന് പറയുന്ന അന്ന് അല്ലെങ്കിൽ അച്ഛൻ വളരെ ഷൂഡായിട്ടുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു വൈദികനാണ്. അദ്ദേഹത്തിൻ്റെ ഇൻ്റലക്ച്വൽ പവറിനെ വെല്ലാൻ ആർക്കും പറ്റില്ല. അതുകൊണ്ട് പ്ലാനിങ്ങിലും അതുകൊണ്ട് എക്സിക്യൂഷനിലും ഒക്കെ നല്ല കസേരയിൽ ഇരുന്നു കൊണ്ട് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാനുള്ള ആത്മശക്തി, അത് മേജർ ആർട്ടിപ്പായി കഴിഞ്ഞപ്പോൾ നമുക്ക് കണ്ടതാണ്. ഹി ക്യാൻ പ്ലാൻ എവരിതിങ്, അറ്റ് ദ സെയിം ടൈം കമാൻഡ് എവരിതിങ്. അങ്ങനെയുള്ള പ്രത്യേക സിദ്ധിയുള്ള ഒരു വൈദികനാണ്. പിന്നീടുള്ള ഘട്ടങ്ങൾ അത് കഴിഞ്ഞ് അങ്ങേര് POC പഠിപ്പിക്കാനായിട്ട് പോയി. അവിടെ നിന്ന് അങ്ങേരെ പാരീസിൽ പോയി റിസർച്ച് നടത്താൻ, ഡോക്ടറേറ്റ് എടുക്കാനായിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ ഞാൻ പാരലായിട്ട് റോമിലേക്ക് ബൈബിൾ പഠിക്കാൻ പോയി. പഠിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ബൈബിൾ ഡോക്ടറേറ്റിന് ഇപ്പം ഫ്രഞ്ചിൻ്റെ ഡിപ്ലോമ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ പാരീസിൽ പോയി അച്ഛൻ്റെ കൂടെ താമസിച്ച് അച്ഛൻ ഡോക്ടറേറ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിൽ, കാത്തലിക് യൂണിവേഴ്സിറ്റിയിൽ ഫ്രഞ്ച് പഠിച്ച ഡിപ്ലോമ എടുത്തു. അപ്പോൾ ആ ഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾ ഒന്നിച്ച്. അപ്പോൾ ഞാൻ പിതാവിനോട് പറഞ്ഞ് ഓർക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വാസ്തവത്തിൽ ഒരു ജീവിതം ഒരു നല്ല ജീവിതമായിരുന്നു. പിതാവ് അങ്ങേര് ഭയങ്കര കമ്മിറ്റ് ആൾക്കാരാണ്. ഫ്രഞ്ച് പഠിച്ചിട്ട് ഫ്രഞ്ചിൽ തന്നെ ഡോക്ടറേറ്റ് ചെയ്തയാളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബൗദ്ധികമായ ശക്തി വാസ്തവത്തിൽ അത് സാധാരണക്കാർ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ഏതൊരു രൂപതയുള്ള അങ്ങനെ കൂടെ പഠിച്ചവർക്കൊക്കെ അറിയാം ആ ബൗദ്ധിക ശക്തിയാണ്. വാസ്തവത്തിൽ ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട്, ഇത്രയും ഒരു ഇൻ്റലക്ച്വൽ ജയൻറ്റ് അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ഒരു ക്ലാരിറ്റി ഉള്ളൊരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ ഒരു മുഴുവൻ നമുക്ക് സഭയ്ക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റിയില്ലെന്നുള്ളതാണ് എൻ്റെ വാസ്തവത്തിൽ. രാജിവെച്ച് പോയത് അദ്ദേഹത്തിന് നല്ലതാണ്. അങ്ങനെ കുറേയൊക്കെ ഹെൽത്തി ആവും, മനസ്സമാധാനത്തെ കിടന്നുറങ്ങാം, അകന്നതിന് സന്തോഷമാണ്. പുള്ളി പല പ്രാവശ്യം ഇൻസിസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. മേജർ ആർച്ച് മാത്രത്തിൽ രാജിവെക്കാൻ പറയാൻ ആർക്കും അവകാശമൊന്നുമില്ല. കാരണം ഹീസ് ഹെഡ് ഓഫ് ദി ചർച്ച്, അതിനെ സ്വയം എടുത്ത തീരുമാനം. പക്ഷെ എങ്കിലും അദ്ദേഹത്തിൽ തമ്പുരാൻ ഇൻവെസ്റ്റ് ചെയ്തിരുന്നതായ ശക്തിയിൽ അത് സഭയ്ക്ക് മുഴുവനായിട്ട് വിനിയോഗിക്കപ്പെടാതെ പോയി. കുറേയെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ നിർവീര്യമാക്കി എന്നുള്ളതാണ് എനിക്ക് എൻ്റെ വിലയിരുത്തലിൽ കാണുന്ന ഒരു കാര്യം. നല്ല ചടുലതയോടുകൂടി ഓടി നടന്ന് നാഷണൽ ജുഡീഷ്യന്മാരെ കിട്ടത്തക്ക രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിച്ച് പോകുന്നതിനിടയിലാണ് അദ്ദേഹം തന്നെ സ്വപ്നത്തിൽ വിചാരിക്കാത്ത രീതിയിൽ ഈ ഭൂമിവാദം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ MD ആണ്. അപ്പോൾ അത് ഈ സംഭവത്തിൻ്റെ പിൻപിൽ ഇങ്ങനെ അദ്ദേഹത്തിനെതിരെ ഒരു നീക്കം നടക്കുന്നു എന്നുള്ള രഹസ്യമായിട്ട് ഞാൻ അറിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറയും, ഇങ്ങനെയൊക്കെ നീക്കം അതൊന്നും സാരമില്ല, അത് 1-2 മാസം അത് കഴിയുമ്പോൾ ശരി, അങ്ങനെ അങ്ങനെ അത് എടുത്തത്, അതൊന്നും സാരമില്ല, അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളും എന്നുള്ളത് മാത്രം ആ വിധത്തിൽ എടുത്തിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ ആഗോള സഭയിലായിരുന്നു. അതായത് ചർച്ച വളരെ ഗ്ലോബൽ ചർച്ച ആയിട്ട് സഭ മാറി അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തൊരു യാത്രയായിരുന്നു ഞാൻ ഈ പറയുന്ന അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും അവിടെ ഇവിടെയൊക്കെ എന്തുമാത്രം മെത്രാന്മാരെ വാഴിച്ചു, എന്തുമാത്രം കാര്യങ്ങൾ ചെയ്ത് നല്ല രൂപതകളുണ്ടായി. അപ്പോൾ അതിനെല്ലാം എന്ത് സ്ട്രെയിനുള്ള കാര്യങ്ങളാണ്. അതൊക്കെ നല്ല ഭംഗിയായ രീതിയൊക്കെ നിർവഹിച്ച് കിട്ടിയിട്ടില്ലേ. അപ്പോൾ എല്ലായിടത്തും ഒരിടത്തും പുള്ളി സിക്കായിട്ടിരുന്നിട്ടില്ല, ഏതെങ്കിലും ഒരു കാര്യത്തിന് പോകാതിരുന്നിട്ടില്ല. അദ്ദേഹത്തെ ഏൽപ്പിച്ച കാലഘട്ടം മുഴുവൻ വളരെ ആക്റ്റീവായിട്ട് പോകുന്ന നമുക്ക് കാണും.
സാധാരണഗതി ഇങ്ങനെയൊക്കെ പോസ്റ്റ് വരുന്നവർ കുറേയേറെ പ്രായവുമായി രോഗിയുമായി എണീക്കാൻ മേലാതെ അസുഖമൊക്കെ ആയിട്ട് കാണുന്ന മറ്റ് പല സഭകളിലും കാണുന്നത്. ഇതങ്ങനെയല്ലോ, നല്ല ഒരു ചെറുപ്പക്കാരൻ്റെ ഉശിരോട് കൂടി കാര്യങ്ങൾ നടത്തുകയും ആ ഉശിരോട് കൂടി കാര്യങ്ങൾ കമാൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മനോഹരമായൊരു കാലഘട്ടമായെന്ന് എനിക്ക് പറയാം. പക്ഷേ എന്താണെന്ന് പറയാനുള്ള നമുക്ക് നമ്മുടെ ദൗർഭാഗ്യം ഇടയ്ക്ക് ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടായി. അതിലൂടെ അദ്ദേഹത്തിൻ്റെ മനസ്സ് കുറേയൊക്കെ ഇടിഞ്ഞുപോയി. അതിൻ്റെ കൂടെ അങ്ങ് ടെൻഷൻ, സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ വാട്ട് ഇഷ്യൂ, ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടായി, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു, സ്റ്റെൻഡ് ഇടാൻ്റെ എന്നാൽ എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളും ഉണ്ടായി. അതൊക്കെ ഒരു പക്ഷേ ഇങ്ങനെയുള്ള ഒരു ദൗത്യ നിർവഹണത്തിൻ്റെ ഭാഗമായി ദൈവം കൊടുത്തതായിട്ട് വേണം നമുക്ക് കണക്കാക്കാൻ. അങ്ങനെ അതൊക്കെ ഏറ്റെടുത്തു, ഒരിക്കലും പരാതിപ്പെട്ടിട്ടില്ല, കുറ്റപ്പെടുത്തിയിട്ടില്ല, ആരെയും സാധിച്ചിട്ടുമില്ല. അത് അങ്ങനെയുള്ള നല്ല രീതിയിലുമാണ് കാര്യങ്ങൾ കൈകാര്യം പോയത്. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ എൻ്റെ അനുഭവത്തിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മേജർ ആർച്ച് ബിഷപ്പാണ് അദ്ദേഹം. ഞാൻ എടുത്തു നോക്കിയാൽ ഇപ്പോഴത്തെ ബിഷപ്പ് ട്രാൻസ്ഫറുകളിൽ ഇത്രയും ആരോ താരതമ്യം ചെയ്ത് വേണമെങ്കിൽ നോക്കിയോ, എല്ലാ തരത്തിലുമുള്ള ശക്തിയുള്ള ഇപ്പോൾ പാലാപിതാപ്പം പറയുമായിരുന്നു, വലിയ പിതാവെന്ന്, എപ്പോഴും വലിയ പിതാവെന്ന് പറയും. പാലാപിതാവ് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്, 5-6 വർഷത്തെ ജൂനിയറാണ്. അദ്ദേഹം പറയുന്നത് ഈ വലിയ പിതാവിനെ നമുക്കൊരു 10 വർഷത്തേക്ക് കിട്ടാമെങ്കിൽ സഭ കുറേ കൂടി ഉഷാറായിട്ട് മുമ്പോട്ട് പോകുകയെന്ന് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് പേഴ്സണൽ ടോക്കിൽ പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊരു ഗ്രോത്ത് നമുക്ക് ഉണ്ടായിരിക്കുന്നത്, അതൊന്നും അവസരത്തൊന്നും അപ്രീഷിയേറ്റ് ചെയ്യാനോ അതൊന്ന് വിലമതിച്ച് അദ്ദേഹത്തെ ഒന്ന് അഭിനന്ദിക്കാനോ ഒന്നും നമുക്ക് സാധിച്ചിട്ടില്ലല്ലോ. നാഷണൽ ജൂറി ശിക്ഷ നമുക്ക് നേടിത്തന്നു പറയും, എന്തൊരു സംഭവമാണ് അത്. എത്ര നൂറ്റാണ്ടുകളായിട്ട്, അതായത് 1599 നടന്നതിന് ശേഷം, അന്ന് നമ്മുടെ കൈവിട്ടുപോയി എന്നാണ്. അദ്ദേഹം പേര് സുനദോസിനെ തുടർന്ന് 1599 ശേഷം പിന്നീട് വന്ന് 1999 എത്ര വർഷമായി, 500 വർഷമായില്ലേ. അന്ന് തൊട്ട് നമുക്ക് കൈവിട്ട് പോയതിനെ തിരിച്ചു കിട്ടിയത്. അപ്പോൾ ആ തിരിച്ചു കിട്ടിയ ഒരു കാര്യത്തെ സംബന്ധിച്ച് വാസ്തവത്തിൽ നമ്മൾ ആഘോഷമായിട്ട് എല്ലായിടത്തും കൊണ്ടാടുകയും അത് അപ്രീഷിയേറ്റ് ചെയ്യുകയും അതിന് മുൻപന്തിൽ തന്നെ ആളുകളെയൊക്കെ നമ്മൾ ആദരിക്കുകയും ചെയ്യേണ്ടതായിരുന്നു. വല്ലതും ചെയ്തോ? മാതൃസഭയ്ക്ക് നഷ്ടപ്പെട്ടു പോയ കേരളത്തിലേക്ക് നമ്മളെ ഒതുക്കിയിട്ട് നമ്മളെ അവിടെ കൂച്ചുവിലങ്ങിയിട്ട് കിടത്തിയ സാഹചര്യത്തിൽ നിന്ന് നമ്മളങ്ങനെ ശംഷാബാദ് രൂപത ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഇടവക സ്ഥാപിക്കാൻ, രൂപത സ്ഥാപിക്കാൻ ആ പഴയ, അതായത് പുതിയതൊന്നുമല്ല, ആ പഴയ സ്വാതന്ത്ര്യം തിരിച്ചു കിട്ടിയതിനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചോ? ഇല്ലല്ലോ. അതേക്കുറിച്ച് അതിന് മുമ്പിൽ നിന്ന് ആളിനെ ഒന്ന് ബഹുമാനിക്കാനോ ആദരിക്കാനോ ഒന്നും പറ്റിയില്ലല്ലോ. അതൊക്കെ വാസ്തവത്തിൽ ചരിത്രത്തിൽ നമ്മൾ കാര്യം ഇപ്പം നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ ചരിത്ര സംഭവങ്ങളാണ് സഭയെ സംബന്ധിച്ചിടത്തോളം. അത് ചരിത്രമാണ്. മറ്റ് നൂറ്റാണ്ടുകൾ ചരിത്രം അറിയാവുന്നവന്, അതിനുവേണ്ടി കഷ്ടപ്പെട്ട് വേദനിച്ച മറ്റ് നമ്മുടെ പിതാക്കന്മാർ കടന്നുപോയവർ, അവരുടെ അധ്വാനത്തെക്കുറിച്ച് അറിയാവുന്നവർക്ക് ഇതൊരു വലിയ നേട്ടമാണ്, ഭയങ്കരമായ നേട്ടം. കരിയാറ്റി മെത്രാപ്പൊലീത്തായും ഗവർണർക്ക് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന നീക്കങ്ങൾ, അതൊക്കെ എന്തൊരു ഭംഗിയായ രീതി ഇപ്പോൾ പൂവണി കിടക്കുന്നതായി കാണുന്നു. അപ്പം അങ്ങനെ വന്ന് നമ്മൾ സഭ ഇങ്ങനെ ഗ്ലോബലായിട്ട് മറ്റ് പലായനം ചെയ്യല്ലേ നമ്മുടെ പിള്ളേരെല്ലാം, മുഴുവൻ പോവല്ലേ എല്ലായിടവും. അങ്ങനെ ഇവിടെ ഇങ്ങനെ തന്നെ പിള്ളേർ ഇവിടെ ഇല്ല, +2 കഴിഞ്ഞാൽ നേരെ ജർമ്മനിയിലേക്ക് അല്ലെങ്കിൽ ജർമ്മൻ ഭാഷ പഠിക്കാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. ആ പോക്കനുസരിച്ച് നമുക്ക് ഭാവിയിൽ നമ്മുടെ യങ് തലമുറ ഇവിടെ കാണില്ല. പക്ഷേ ഇവർ ചെല്ലുന്നിടത്ത് സഭ വളരുന്നുണ്ട്. കാരണം നമ്മുടെ പിള്ളേർ എവിടെ പോയാലും അവർ സഭയോട് ചേർന്നാണ് നിൽക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ അങ്ങയുടെ ചിന്തയിലുണ്ടായിരുന്ന ഒരു വലിയ, എന്നോട് നേരിട്ട് പറയുമായിരുന്നു, നമ്മുടെ പിള്ളേർ ഒരുപാട് പേര് ഗൾഫിലാണ്, എത്രയാണ് 100 കണക്ക് 1000 കണക്ക് പിള്ളേർ ഗൾഫിലാണ്. അവിടെ നമുക്ക് രൂപത ഉണ്ടാകേണ്ടതാണ്. അപ്പം അതിനനുസരിച്ചുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി വന്നത്. അതും ദൈവപരിപാലനയുടെ ഭാഗമായിട്ട് ഞാൻ കാണുകയാണ്. തമ്പുരാൻ്റെ പദ്ധതി ആയിരിക്കും അതെന്ന് ഞാൻ കരുതുന്നു. ആ ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പം അന്നേരം നമുക്ക് വന്ന നഷ്ടം, വാസ്തവത്തിൽ ഞാൻ പറഞ്ഞാൽ നമുക്ക് വന്ന നഷ്ടം ഇപ്പോൾ ഗൾഫിലൊക്കെ രൂപത ഉണ്ടാകുമായിരുന്നു പിതാവിനെ ഫ്രീ ആയിട്ട് വിട്ടിരുന്നത്. അത് മനസ്സിലാക്കുന്നില്ല ആൾക്കാരും. അത് പിന്നെ വെറുതെ നിസ്സാര കാര്യങ്ങൾ പർവ്വതീകരിച്ചിട്ട് അങ്ങനെ പേഴ്സണാലിറ്റി അറ്റാക്ക് ചെയ്യുന്നത് നമുക്ക് വിഷമം വരും. അദ്ദേഹത്തിന് പോളിസി അറ്റാക്ക് ചെയ്യുക. കാരണം നമുക്ക് വിമർശനത്തിലൂടെയാണല്ലോ സഭ വളരുന്നത്. ആർക്കും വിമർശിക്കാൻ അവകാശമുണ്ട്. ഇത് ജനാധിപത്യ രാജ്യവുമാണ്, സഭയിലും സ്വാതന്ത്ര്യമുണ്ട്. അതേസമയത്ത് അതിന് ഒരു അതിർത്തിയും ഒരു പരിമിതിയും ഒക്കെ ഇല്ലേ. അവിടെ വെച്ച് പേഴ്സണൽ അറ്റാക്ക് എന്ന് പറയുമ്പോൾ അത് ഒരു ദൈവികമാണോ? നിങ്ങൾക്ക് എന്നാ തോന്നുന്നത്? അത് ദൈവികമായ കാര്യമല്ലല്ലോ. അത് വാസ്തവം പറഞ്ഞാൽ അതൊരു പൈശാചിക ഇടപാടല്ലേ. ഒരാളിനെ തളർത്തിക്കളന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യാം, കള്ളരാന്നൊക്കെ പറയാം. ആരൊക്കെ എന്താ പറയിപ്പിക്കുന്നവർക്കനെ സങ്കടം വരും. പ്രതീക്ഷിക്കാത്ത വ്യക്തികളെ കൊണ്ട് കള്ളനാലം ചെയ്തെന്നൊക്കെ കേട്ടപ്പോൾ ഞങ്ങളൊക്കെ ചങ്ക് പൊടിഞ്ഞു പോയി. അപ്പോൾ വാസ്തവം പറഞ്ഞാൽ അത് ഓർക്കും, എന്ത് വെച്ചാൽ ഈ പറയുന്ന ആൾക്കാർ എന്ത് പഠിച്ചിട്ടായി പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിൽ കടന്നുപോയത് ഞാൻ ഓർക്കുകയായിരുന്നു. അപ്പം അങ്ങനെ അസദ് ഈസ് നൗ വെരി ഹാപ്പി.
അദ്ദേഹത്തിന് ടെൻഷൻ പോയി, സ്ട്രെസ്സാൻ പോയി, സ്ട്രെയിൻ പോയി. കാർഡിനൽ നിലയിൽ തൻ്റെ ജോലി നിർവഹിക്കാൻ പറ്റും, ഇൻവൈറ്റ് ചെയ്യുന്നവർക്ക് പോകാൻ പറ്റും, ഒരു ബാധ്യതയില്ല, ഒരു ടെൻഷനുമില്ല. അപ്പോൾ ആഹ്ലാദിച്ച സന്തോഷമായ വയസ്സിപ്പോൾ 80ലേക്ക് കയറുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പുള്ളിക്കാരന് കുറേ കൂടി ബെറ്റർ ഹെൽത്തിലൂടെ മുമ്പോട്ട് മൂവ് ചെയ്യാൻ പറ്റും. അത് പേഴ്സണലായിട്ട് നോക്കിയാൽ അദ്ദേഹം സംബന്ധിച്ച് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ സഭയ്ക്ക് അതൊരു നഷ്ടമായിട്ട് എനിക്ക് ആ കാലിബറിലെ ഒരാളെ ഇനി കണ്ടെത്തണ്ടേ. കഴിഞ്ഞ ദിവസം പാറപ്പള്ളിയിൽ തിരുനാളിൻ്റെ സമയത്ത് പെരുന്തോട്ടം പിതാവ് പറഞ്ഞു ആലഞ്ചേരി പിതാവ് ഒരു സഹനദാസനാണെന്ന്. ആ സഹനദാസൻ എന്ന് ആ ഒരു ആർച്ച് ബിഷപ്പ് പറയണമെങ്കിൽ അത്രമാത്രം സഹനങ്ങൾ ഏറ്റെടുത്ത വ്യക്തിയായിരുന്നു ഈ ആലഞ്ചേരി പിതാവ്. വാസ്തവത്തിൽ അങ്ങനെ സഹിച്ചതിന് വല്ല പരിധിയുണ്ടോ? പിന്നെ അത്രയും ഹയസ്റ്റ് പൊസിഷനിലായതുകൊണ്ട് വല്ലതും പറയാൻ പറ്റുമോ? അടുത്ത ഫീലിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് വിളിച്ച് ചോദിക്കുമായിരുന്നു. അപ്പോൾ അത് സഹിക്കാൻ പറ്റില്ല. എന്തൊരു കാര്യങ്ങളാണ്, പേഴ്സണൽ അറ്റാക്കില്ലേ നടന്നത്. അങ്ങനെ കേസ് കൊടുക്കാൻ വേണ്ടി നടന്ന കാര്യം. എന്ത് കേസാണ് അതൊക്കെ? കേസ് കൊടുക്കാൻ വേണ്ടി ഇപ്പോഴും കേസ് കിടപ്പില്ലേ? അതിനുവേണ്ടി വ്യാജരേഖയുണ്ടാക്കി എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. ഇതൊക്കെ ചെയ്തവർക്കൊരു മനസാക്ഷിയില്ലേ? തമ്പുരാൻ ചോദിക്കുന്ന ഒരു വിശ്വാസം വേണ്ടേ നമുക്ക്? ഇത് ദൈവം ചോദിക്കുകയില്ലേ? അഭിഷിക്തനായ ഒരാള്, അതുപോലെ തന്നെ അഭിഷിക്തന്മാരെ അഭിഷിക്തൻ എന്ന് പറഞ്ഞാൽ മേജറാഷ്ട്രം എന്ന് പറയുന്ന ആളിനെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് തല്ലി തകർത്ത് ചതച്ചാൽ എങ്ങനെയാ പറ്റുന്നത്? അതിനെക്കുറിച്ച് സങ്കടം വരും. ഞങ്ങൾക്ക് ആരുടെ എതിർപ്പോ വിദ്വേഷമോ ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. അവർക്ക് അവരറിയില്ലായ്മ കൊണ്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ സങ്കടം വരില്ലേ? നമുക്കറിയാവുന്ന ഒരാളിനെ കുറിച്ച് ഇങ്ങനെ എനിക്ക് നന്നായിട്ടറിയാം, അടുത്തറിയാം എന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ വേറെ അവൻ കള്ളനാ കേട്ടോ, അവൻ മഹാ കള്ളനാ, അവൻ ഇന്ന ദ്രോഹി എന്ന് എന്നോട് ഒന്ന് പറയുമ്പോൾ എനിക്ക് വിഷമം വരികയില്ലേ? അത് ഞാൻ മനസ്സിലാക്കുന്ന നേരം വിപരീതമല്ലേ എന്ന് പറഞ്ഞതുപോലെ ഇല്ലാത്ത ആരോപണമൊക്കെ ഉണ്ടാക്കിയിട്ട് ആളിനെ ഒന്ന് എങ്ങനെയും വീഴിക്കാൻ ശ്രമിക്കുക, കൊടുക്കാം. പിന്നെ വേറൊന്നുണ്ട്, കർത്താവ് തന്നെയല്ലേ സഹിച്ചേ? കർത്താവിൻ്റെ എല്ലാം ഇത് തന്നെയായിരുന്നല്ലോ, അവരെ കൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നല്ലോ. അവരെ നോക്കിയാൽ അതിൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ നിലയിൽ സഹനദാസ പിതാവ് പറഞ്ഞെങ്കിൽ, പെരുന്തോട്ടം പിതാവ് അങ്ങനെ പറഞ്ഞെങ്കിൽ, പെരുക്കം പിതാവ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം എന്നെക്കാളും കൂടുതൽ അടുത്തിടപെടുന്ന അങ്ങനെയാണല്ലോ, ഫയർമാൻ സിനഡിൻ്റെ അംഗമാണ്. അപ്പോൾ ഓരോ ചലനങ്ങളും ആർച്ച് ബിഷപ്പിനെ കൂടുതൽ എന്നെക്കാരും അറിയാം. അപ്പോൾ അങ്ങനെ സഹനദാസൻ എന്ന് പറഞ്ഞാൽ അത് ഇൻറ്റൻസിറ്റി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറഞ്ഞതാണ്. അതൊരു ശരിയായ കാര്യമാണ്. അതുപോലെ തന്നെ അച്ഛാ, ഈ കഴിഞ്ഞ ദിവസവും ഇതുപോലെ തന്നെ ഒരു ജൂബിലി തിരുനാളിൽ നമ്മുടെ പാലാ ബിഷപ്പ് കലർങ്ങാട്ട് പിതാവ് പറഞ്ഞു ആലഞ്ചേരി പിതാവിനെ മാർപ്പാപ്പ ഒരു തലോടലും നമുക്കൊരു അടിയുമാണെന്ന്. അത് എന്തായിരിക്കാം? പാലാ പിതാവ് ഭാഷ ഉപയോഗിക്കുന്ന ആളും എടുക്കണം, അതിനകത്ത് ഒത്തിരി അർത്ഥമുണ്ട്. ഒരു തലോടൽ എന്ന് പറയുമ്പോൾ അങ്ങേരുടെ എല്ലാ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ വിട്ടിട്ട് അങ്ങ് ഫ്രീ ആയില്ലേ? അപ്പോൾ വാസ്തവം പറഞ്ഞാൽ അങ്ങനെ ആത്മാവിനും ശരീരത്തിനും ഒക്കെ കുറെ കൂടി മെച്ചപ്പെട്ട സ്ഥിതിവിശേഷം വന്നില്ലേ? ഭാരം എടുത്തങ്ങ് മാറ്റിയില്ല. പലപ്പോഴും നാം കാണുന്നൊരു കാര്യമുണ്ട് കേട്ടോ, ഈ അതിരൂപതയിൽ പോലും ആ സ്ഥാനത്ത് നിന്ന് മാറിക്കഴിയുമ്പോൾ ആളുകൾ കുറെ കൂടി മെച്ചപ്പെട്ട ആരോഗ്യമുള്ളവരായിരിക്കും. മാർപ്പാപ്പ നമുക്കൊരു അടിയുമാണ് നൽകിയെന്ന് പറയുമ്പോൾ നമുക്ക് അടിയാന്ന് നമുക്ക് അല്ല, ഞാൻ ആദ്യം പറഞ്ഞേ, നമുക്കിവിടെ ഭയങ്കര അടിയാ. കാരണം ഇത് കാര്യങ്ങൾ ചരട് പിടിച്ചിങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരുന്ന ആളല്ലേ പെട്ടെന്ന് അങ്ങ് ബ്രേക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടിയാന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും വലിയ വലിയ കാര്യങ്ങൾ നേടിയെടുത്തതിനെ കുറിച്ച് നമുക്ക് ജനത്തെ ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അത് നമ്മളതൊരു ആഘോഷമായിട്ട് വെച്ചില്ല. അത് നാഷണൽ ജുഡീഷ്യൽ സംസ്ഥാന ഉണ്ടായ സഭ മുഴുവൻ ആഘോഷിക്കേണ്ട ഒരു കാര്യമായി. അതുതന്നെ മറ്റ് ഓരോ സമയത്തും ഇന്ത്യക്ക് പുറത്ത് മറ്റ് രാജ്യങ്ങളും ഒരു രൂപത ഉണ്ടാകുമ്പോൾ അതും പ്രൊക്ലെയിം ചെയ്തുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയേണ്ടതായിരുന്നു. ഓരോ സ്ഥലത്തും അതിൻ്റെ നന്മയാരനുഭവിക്കുന്നത്. ഇപ്പം കണ്ടില്ല, ഇവിടുന്ന് പിള്ളേർ കാനഡയ്ക്ക് പോകും, ഇവിടുന്ന് പിള്ളേർ ഓസ്ട്രേലിയക്ക് പോകുന്നു, അതിന് അമേരിക്കയ്ക്ക് പോകുന്നു. പോയിച്ച് വരുമ്പോഴൊക്കെ ഉണ്ട് അവിടെ നമ്മുടെ അച്ഛന്മാരുണ്ട്. അതുപോലെ മാതാപിതാക്കൾക്ക് എന്തൊരു സന്തോഷമാണ്, നമ്മുടെ അച്ഛന്മാരുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു 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 വലിയ കാര്യമല്ലേ, സഭയത്തിന് വലിയ കാര്യമല്ലേ. അമേരിക്കയ്ക്ക് പോകും. ഞാൻ പണ്ട് ഓർക്ക് കാലിഫോർണിയയിൽ പോയി, ഞാൻ നമ്മുടെ പള്ളിയിൽ കുർബാനയിൽ കഴിഞ്ഞപ്പോൾ, അത് കുർബാന കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, പിള്ളേരെ 9 മണിക്ക് ഉണ്ടെന്ന് 9 മണിക്ക് കുർബാനയാണ്. അവർ ഉച്ചയ്ക്ക് അവിടുന്ന് ഭക്ഷണം അങ്ങോട്ട് തന്നെ അവിടെ കൊടുക്കുക, പള്ളിയിൽ തന്നെ പിള്ളേർക്കെല്ലാം കൊടുക്കുക. അത് കഴിഞ്ഞ് പിള്ളേരാണ്ട് ഒരു 6 മണി 4 മണി വരെ അവിടെ ഉണ്ട് ചുറ്റുപാടും. അവിടെ കളിയും ചിരിയും പരിപാടിയും ഒക്കെ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഈ പിള്ളേർ കളിഞ്ഞുകൊണ്ട് ഒരു പ്രായമായ ഒരു കാർന്ന് എൻ്റെ അടുത്ത് വന്ന് എന്നോടൊന്ന് ചൂടായി. പെട്ടെന്ന് അരിച്ചപ്പെട്ടു. ഞാൻ ചെന്നിനാ വേർ യു സോ ഫാർ? ഓ, ഞാൻ എന്നായിരിക്കും, ഐ ടു ഹാഡ് ചിൽഡ്രൻ. സംഭവം എന്നാണെന്നറിയോ, ഇങ്ങനെ ഈ പിള്ളേർ കളിയും ചിരിയും അച്ഛന്മാർ ഗൈഡ് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇദ്ദേഹം അമേരിക്കയിൽ വന്നപ്പോൾ ഇതില്ലല്ലോ. അപ്പോൾ പുള്ളിക്ക് ഈ പിള്ളേരുടെ ഈ പ്രായത്തിലുണ്ടായിരുന്നല്ലോ. അതുങ്ങളെല്ലാം വഴിതെറ്റിപ്പോയി. എന്നിട്ട് അവസാനം കാരണവർ പറഞ്ഞത്, ഒരുത്തരിങ്ങനെ ഒരു ആഫ്രിക്കക്കാർ പറയും, വേറൊരുത്തന് കല്യാണം വേണമെന്ന് പറയും. ഇങ്ങനെ മറ്റു വിധത്തിലുള്ള ഒരു കാഴ്ചപ്പാടില്ലാത്ത അങ്ങനെ അങ്ങ് പോന്നു. മൂന്നാമത്തവൻ എവിടാന്ന് ഒരു അറിയത്തില്ല. അങ്ങേര് പറഞ്ഞതെന്നാന്നറിയോ,
ഇതുപോലെ അന്ന് നമ്മുടെ അച്ഛന്മാരുണ്ടായിരിക്കുകയും ഈ കുഞ്ഞുങ്ങളെ ഇതുപോലെ വേദാന്തം പഠിപ്പിക്കുകയും ഇത് വളർത്തിയെടുക്കുകയും ചെയ്ത എൻ്റെ 3 പിള്ളേരും രക്ഷപ്പെടില്ലായിരുന്നോ? ഇതൊരു ഫാക്ടറാണ്. ഇതിനു മുമ്പുള്ള ഒരുപാട് കുടുംബങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്. ഇന്ത്യയിൽ പോയാലും ശരി, അവിടെ ലത്തീൻ കുർബാനയുണ്ട്, ലത്തീൻ പള്ളിയുണ്ട്, ഒക്കെ ഉണ്ട് നമ്മൾ പറയും. പക്ഷെ ദേ വോണ്ട് ടേക്ക് കെയർ. ഇത് പാസ്റ്റൽ കെയർ എന്ന് പറയുന്നത് നമുക്ക് ജീവൻ നൽകുന്ന കാര്യമാണ്. അല്ല ഏതെങ്കിലും പള്ളിയിൽ പോയി നോക്കി കുർബാന കണ്ടാൽ മതിയോ? അതൊന്നുമില്ല, അവനവൻ്റെ ഇടവകയിൽ ഇൻവോൾവ് ചെയ്യണം. ഒന്ന് ഞായറാഴ്ച ഇടവപ്പള്ളിയിൽ പോകണമെന്ന് പറയാൻ കാര്യം തന്നെയല്ലേ. ഇത് പാരിഷ് ബൈ ടേക്ക് കെയർ ഓഫ് ദി പേഴ്സൺസ് ഇൻ ദാറ്റ് പാരിഷ്. അതിൻ്റെ നന്മ ആണ് കുടുംബങ്ങളിൽ വരുന്നത്. അതില്ല ഒരു ക്രൗഡായിട്ട് നിന്നിട്ട് അവിടെ ഞങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ട് കേട്ടോ, നോബഡി ഈസ് ടേക്കിംഗ് കെയർ ഓഫ് എന്നൊരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്ത് ഡിമ്മായിട്ട് പോകും. അതുകൊണ്ട് ആ കാരണവർ പറഞ്ഞു, എന്നോടൊന്ന് ചൂടായി, വേറെ ഈശോ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിപ്പോൾ ഈസി, ഞങ്ങൾക്ക് റോം അനുവദിക്കാതെ ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റിയല്ലോ. അപ്പോൾ പുള്ളിക്കൊന്നും അറിയത്തില്ലല്ലോ, അതായത് നമ്മൾ നേരത്തെ വന്നില്ലെന്ന്. അപ്പോൾ അമേരിക്കയിൽ രൂപത ഉണ്ടായതിനു ശേഷമല്ലേ നമുക്ക് അനുവദിക്കാൻ പറ്റുള്ളൂ. അപ്പം എന്ന് പറഞ്ഞാൽ ഈ ഓരോ രൂപത ഉണ്ടായപ്പോഴും, കാനഡയിലുണ്ടായപ്പോഴും, മെൽബണിലുണ്ടായപ്പോഴും, അതുപോലെ തന്നെ അമേരിക്ക ചിക്കാഗോയിലുണ്ടായപ്പോഴും ഒക്കെ നമുക്ക് UK അപ്പോൾ നമ്മൾ രൂപത ഉണ്ടായി കഴിഞ്ഞപ്പോൾ അത് എന്തുമാത്രം യൂത്ത് ഓർഗനൈസേഷനായി പിള്ളേരെ ഒന്നിച്ച് കൂട്ടുന്നു, എന്ത് പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, സാമ്പത്തിക പിതാവ് നടത്തിക്കൊണ്ടിരിക്കും. ഈ പുതിയ കർദിനാളിനെ തിരഞ്ഞെടുക്കുമ്പോഴും സാധാരണ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന കോൺക്ലേവ് പോലെ തന്നെ ഈ സിനഡ് കൂടുമ്പോഴും എല്ലാ സാധാരണക്കാർക്ക് അറിയത്തില്ല, ബാക്കിയുള്ളവർക്കൊക്കെ അറിയാതിരിക്കാം, അവരുടെ അറിവിലേക്ക് വേണ്ടി ചോദിക്കുകയാണ്. എല്ലാ മെത്രാന്മാർക്കും ഇത് തെരഞ്ഞെടുപ്പിന് അവർക്ക് വോട്ട് കൊടുക്കാനായിട്ട് അവകാശമുണ്ടോ? ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ധാരണ. ഇല്ല എന്ന് പറയാൻ കാരണമൊന്നുമില്ല. കാരണം റിട്ടയർഡ് ബിഷപ്സിനൊക്കെ വോട്ടവകാശമുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അതായത് ഈ പറഞ്ഞ ഈ ഇത്രയും ഒരു ഇൻ്റലക്ച്വൽ ക്വാളിറ്റിയും അതിനകത്തുള്ള ചടുലതയും, പിന്നെ ആലഞ്ചേരി ചടുലത എന്ന് പറയുന്നത് എന്താണ്, അങ്ങനെ ഉദ്ദേശം കാര്യങ്ങൾ നടപ്പാക്കും. അതുകൊണ്ടാണ് 1999 തീരുമാനിച്ചൊരു കാര്യം നടപ്പാക്കാൻ തീരുമാനിച്ചില്ലേ പുള്ളി. വേണമെങ്കിൽ ആർക്കും വേണമെങ്കിൽ ഇതങ്ങോണ്ട് എന്ന് കഴിഞ്ഞാൽ ഇവരെല്ലാം എതിരാ, അവിടെങ്ങാനും കിടക്കട്ടെ എന്ന് വിചാരിച്ച പോരായിരുന്നോ? എങ്കിൽ പിന്നെ ഒരു എതിർപ്പ് വരികയല്ലോ, അങ്ങനെ വിചാരിച്ചാൽ മതി. അങ്ങനെ വിചാരിച്ചില്ലല്ലോ. 1999 തീരുമാനിച്ചൊരു കാര്യം അന്ന് പ്രത്യേക ആവശ്യം നടക്കാതെ പോയത് നടപ്പാക്കാൻ അങ്ങനെ തീരുമാനിച്ചപ്പോൾ അതിൻ്റെതായ റിസ്ക് അദ്ദേഹത്തിന് നേരിടേണ്ടതായിട്ടു. എന്ന് പറഞ്ഞാൽ റിസ്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന സഭയെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ വല്ലാത്ത നെഗറ്റീവ് സാഹചര്യത്തിലൂടെ സഭ പോകുന്നത്. ഒന്നാമത് നമ്മുടെ എണ്ണം ഡ്രാസ്റ്റിക്കായിട്ട് കുറയുക, ഫാമിലി പ്ലാനിങ് കൊണ്ട് കുറയുന്ന ഒരു പക്ഷേ. മറ്റേത് പലായനമിൽ നടക്കുന്നത്, പിള്ളേർ മുഴുവൻ പോവല്ലേ, അങ്ങനെ ഒരുമാതിരി സ്കെലിട്ടൺ പോലെ ആയിത്തീരുക നമ്മൾ. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യം നമ്മൾ ഒറ്റപ്പെടുക. നമുക്ക് ഇവിടെയുള്ള സാഹചര്യത്തിൽ ഒരു പവറില്ലാണ്ട്, ഒരു ബാർഗെയിനിങ് പവറില്ല. ഈവൻ ഇൻ പൊളിറ്റിക്കൽ ഫീൽഡ് ഒരു ബാർഗെയിനിങ് പവറില്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് താങ്ങി നിർത്തുന്ന ഒരു പാർട്ടിയെങ്കിലും ഉണ്ടായിരുന്നു. അപ്പം അതും പോയി പൊളന്ന് നാല് പശയായിപ്പോയി. അപ്പം അങ്ങനെയൊന്നും ഒരു എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ത്രെട്ടുണ്ട്, സംശയമൊന്നുമില്ല. അതുപോലെ എവിടെയൊക്കെയാണ് നമുക്ക് അറ്റാക്ക് പോയി നമുക്കറിയാൻ പാടില്ല. അതായത് ഇവിടുത്തെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പണ്ട് പറഞ്ഞു കേട്ടില്ലേ, നമ്മുടെ പോലീസിന്റെ വലിയ മേധാവി ബെഹ്റ എന്നാ പറഞ്ഞത്, ഇവിടെ 200 യൂണിറ്റ്സ് സ്ലീപ്പിംഗ് സെൽസ് ഉണ്ടെന്ന് പറഞ്ഞേച്ചു പോയി. ആ മനുഷ്യൻ നടപടി നിർത്തില്ലല്ലോ, പറഞ്ഞു പോയില്ലേ. അപ്പോൾ ആ വിധത്തിലൊരു ത്രെട്ട് കിടപ്പുണ്ട്, നമ്മുടെ നമ്പർ കുറയുന്നതിൻ്റെ ത്രെട്ട് കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഉണ്ടാകുന്ന വല്ലാത്ത ഒരു സാഹചര്യമാണ് ആളുകളുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് പോകുന്നത്. മനുഷ്യനിപ്പോൾ എന്നാ വേണ്ടിയത്? ആ പെണ്ണിന് ആ ഡോക്ടർ കുട്ടി ആത്മഹത്യ ചെയ്തപ്പം പറഞ്ഞു വെച്ച എന്നാ ആത്മഹത്യക്കുറിപ്പ് പറഞ്ഞത് എന്താണ്? മനുഷ്യർക്ക് എല്ലാം വേണ്ടത് പണമാണ്, സ്നേഹമില്ല. അങ്ങനെ അവസ്ഥയിലേക്ക് പോകുന്ന അപകടകരമാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ജനത്തെ സംബന്ധിച്ച് ആ പോക്കിൽ ഈ പ്രാർത്ഥനയിലൊക്കെ എന്താ ചെയ്യുന്നത്, എല്ലാം നിയോഗം വയ്ക്കുന്നത് എന്താ, എനിക്ക് കാനഡയ്ക്ക് വീസ കിട്ടണം, ആദ്യം എനിക്ക് അല്ലെങ്കിൽ ഗൾഫിലേക്ക് വീസ കിട്ടും. ഗൾഫിലേക്ക് വീസ കിട്ടുകയും അവിടെ നിൽക്കില്ല, പിന്നെ പ്രാർത്ഥന എന്താ പ്രാർത്ഥന, ഗൾഫിൽ നിന്ന് എങ്ങനെയെങ്കിലും എനിക്ക് ഓസ്ട്രേലിയയിലേക്ക് വീസ കിട്ടണം. ഓസ്ട്രേലിയക്ക് വീസ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ലണ്ടനിലേക്ക് കിട്ടണം. ലണ്ടനിൽ ചെല്ലുമ്പോൾ അവിടെ അപ്പടി തണുപ്പാ. അടുത്ത പ്രാർത്ഥന എന്താണ്, ലണ്ടനിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോകണം. ഓസ്ട്രേലിയക്ക് കിട്ടിക്കഴിയുമ്പോൾ അവിടെ അടുത്ത പ്രാർത്ഥന, ഓസ്ട്രേലിയ ട്രൈ എവിടെയില്ല, വസ്തുത അതെ അമേരിക്കയാണ് നല്ല, അമേരിക്ക വീസ. ഇതല്ലേ നമ്മുടെ ചിന്താഗതി കിടക്കുന്നത്, പോകുന്ന കണ്ടില്ലേ. എവിടെ കിടക്കുന്നു നമ്മുടെ കമ്മിറ്റ്മെന്റ് ടു ദ ഗോസ്പൽ? നമ്മൾ വന്നിരിക്കുന്ന ഏറ്റവും വല്ലാത്തൊരു ക്രൈസിസ് ആണ്, വി ഡോണ്ട് ലീവ് ദ ഫെയ്ത്ത്. അവിടെ ഇൻഡിവിജ്വൽ ഫെയ്ത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കുറഞ്ഞു പോകുന്നു. വി ആർ മൂവിങ് ഇൻ ദ ലൈൻ ഓഫ് ആബ്സല്യൂട്ട് മെറ്റീരിയലിസം. അത് വലിയ അപകടം പിടിച്ച ഇടപാടാണ്. അപ്പോൾ അത് ശിഥിലീകരണം നടക്കാൻ പോകുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു സമാധാനമില്ലാത്ത സാഹചര്യത്തിലേക്ക് വരും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമുക്ക് അധികം ജനമൊന്നും വേണ്ട, ഉള്ളതിനെ നമുക്ക് ഫെയ്ത്തിൽ ഇൻറ്റൻസീവ് ചെയ്ത് ഉറപ്പിച്ചെടുക്കുന്നതിന് എല്ലാ ഇടവുകളും അതുകൊണ്ട് ഇപ്പോൾ ഇനിയുള്ള ഘട്ടങ്ങൾ ഈ വഴക്കും വെക്കാനൊക്കെ മാറ്റിവെക്കും. ഈ കോൺഫ്ലിക്റ്റ് ഇപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്നവരെങ്കിൽ ഏതെങ്കിലും തലത്തിലുണ്ടെങ്കിൽ
നമ്മൾ സഭയ്ക്കുള്ളിൽ വെച്ച് പിടിവാശിയെ നമുക്ക് വേണ്ട എന്ന് വെക്കണം. ഒരു കാര്യത്തിലും. ഒന്ന്. രണ്ടാമത്, നമുക്ക് ആരെയും കുറ്റപ്പെടുന്ന സ്വഭാവം നമുക്ക് വേണ്ട. അത് പിശാചിന്റെ പണിയായി കുറ്റപ്പെടുത്തുന്ന പറഞ്ഞാൽ. അവന്റെ പേരെന്നാ? സാത്താൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം കുറ്റം ആരോപിക്കുന്നവെന്നാ. അവന്റെ പണിയാ അത്. നമുക്ക് അത് വേണ്ടെന്ന് വെക്കണം. മൂന്നാമത്, നമുക്ക് വേണ്ടത് കഴിയുന്നിടത്തോളം സഭയോട് ചേർന്ന് നിൽക്കണം. അത് വികലത ഉണ്ടാക്കാനും സഭയ്ക്കകത്ത് സ്ഥിതികൾ ഉണ്ടാക്കാനും ഒരുപാട് ശക്തികൾ ഇപ്പോൾ പ്രവർത്തനം വരുന്നതാണ്. ഒത്തിരി പേര് സോഷ്യൽ മീഡിയ നോക്കിയാൽ മതിയല്ലോ, അതിനകത്ത് കത്തോലിക്ക സഭയ്ക്ക് എതിരായിട്ട് പോകുന്ന ഒരുപാട് ഫോഴ്സസ്. പണ്ടൊക്കെ ഒരുത്തൻ വ്യക്തി എതിരായിട്ട് ഒരു അച്ഛനോടോ വികാരിയോടോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ അവൻ ഒറ്റപ്പെട്ട ശബ്ദം. ഇതല്ലോ, ഇവന്റെ കയ്യിൽ സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോം ഇരിക്കില്ലേ. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇരിക്കുമ്പോൾ ആ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് കേൾക്കില്ലേ. അപ്പൊ കേൾക്കുന്നവന് എടപ്പം അങ്ങനെയാ. അപ്പൊ എല്ലാ അച്ഛന്മാരല്ല എന്ത് ഈ അച്ഛന്മാരെല്ലാം കുറ്റം പറയും. ഞാൻ ആലോചിക്കുകയാണ്, ഞാൻ അച്ഛനായിട്ട് ഇപ്പൊ 50 വർഷം ജൂബിലേക്ക് പോവുക. ഇത്രയും മാത്രം കുറ്റം ആരോപിക്കാൻ മാത്രം ഈ വസ്തുനിഷ്ഠമായിട്ടുള്ള ഞങ്ങളൊക്കെ പാപികളാണ്, നിങ്ങളെ പോലെ തന്നെയാണ്, ബലഹീനമായ മനുഷ്യർ. പക്ഷേ ഈ കുറ്റം ആരോപിക്കാൻ മാത്രമുള്ള ഒരു കാര്യമൊന്നും ഞങ്ങളെങ്ങും ജീവിതത്തിലില്ല. നിങ്ങളെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവിടെ ഈ പറയുന്ന ആരോപിക്കും, ഇവിടെ എല്ലാം പള്ളികളിൽ ഇരിക്കുന്ന അച്ഛന്മാരെയൊക്കെ അവിടുത്തെ ജനം ഇതുപോലെ കുറ്റം ആരോപിക്കുന്നില്ലല്ലോ. പിന്നെ എന്താ ഇത്? പുരോഹിത വർഗം. അങ്ങനെ വർഗം കത്തോലിക്ക സഭയിൽ ഇല്ല. മനുഷ്യൻ വിചാരിക്കും പുരോഹിത വർഗം. അതെങ്ങനെയാ വർഗമാകുന്നത്? വർഗമാണെങ്കിൽ ഒരു അച്ഛൻ, പിന്നെ അച്ഛൻ്റെ മകന് അച്ഛൻ, പിന്നെ അവൻ്റെ മകൻ അച്ഛൻ, ഇതല്ലേ വർഗം. ഇത് ദൈവവിളിയല്ലേ? അത് എങ്ങാർക്കും മേടിച്ചെടുക്കാവുന്ന, ദൈവം വിളിച്ചാൽ വിളിക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പൗരോഹിത്യ വർഗം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അറ്റാക്കിന്റെ രീതിയിലേക്ക് കൊണ്ടുവന്ന് മറ്റുള്ളവർ പറയാൻ മനസ്സിലാവും. മറ്റുള്ളവരെ സഭയ്ക്കെതിരായിട്ടുള്ളവരെ പറയുന്നത് മനസ്സിലാവും. ഒരുത്തൻ ചാനലിൽ നിന്ന് പറഞ്ഞിട്ട് ഈ ലോകയിട്ടവരെ കാണുന്നതിന് എനിക്ക് വെറുപ്പാണ്. ഞാൻ കേട്ടതാ. അന്നേരം മറുഭാവം ഓർക്കണം, ഈ ലോകയിട്ടവന്റെ കൈസ്പർശനത്തിലൂടെ ആയിരക്കണക്കിന് ആളുകൾ രക്ഷപ്രാപിക്കുന്നു. എത്രയോ നന്മകൾ ഉണ്ടാകുന്നുണ്ട്. ഈ ലോകയിട്ടവന്റെ നാക്ക് ഉപയോഗിച്ചുകൊണ്ട് എത്രയോ മരിച്ചുപോയ മനസ്സുകളെ ജീവിപ്പിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ അനുഭവം തന്നെയാണ്. എന്തുമാത്രം ആൾക്കാരിലൂടെയാണ് ദൈവം ഞങ്ങളിലൂടെ നന്മ പ്രവർത്തിച്ചിരിക്കുന്നത്. തമ്പുരാൻ പ്രവർത്തി, ഞങ്ങൾ പ്രവർത്തിയല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഇനിയുള്ള കാലത്ത് വരുമ്പോൾ ഈ വലിയ ശിഥിലീകരണ ശക്തികൾ ഇങ്ങനെ അകത്ത് കയറിക്കൊണ്ട് പ്രശ്നം സൃഷ്ടിക്കാൻ ഈയിടെ ഒരു പ്രത്യേകമായ ലീഫ്ലെറ്റ് കൈ കിട്ടുകയുണ്ടായി. ഒരു ചെറിയ പ്രത്യേകമായ ഒരു വിമത ഗ്രൂപ്പിന്റെ ലീഫ്ലെറ്റാണ്. എല്ലാ ഇടവുകളും പ്രശ്നം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരിക്കും. എല്ലാ ഇടവും പ്രശ്നം ഉണ്ടാകും. നിങ്ങൾ കിട്ടിയോ അങ്ങനെ കോപ്പി? ഇവിടെയൊക്കെ വ്യാപിക്കുന്നു. അതായത് എല്ലാ ഇടവുകളും പ്രശ്നം ഉണ്ടാകാം. നിങ്ങൾ പൊതുയോഗങ്ങൾ കയറി ചെല്ലണം. അവിടെ ഒരു തീരുമാനം എടുപ്പിക്കരുത്. പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാകാൻ ചർച്ച ചെയ്യണം. പിന്നെ വേറെ പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകണം, അല്ലാത്ത ദിവസവും വേണമെങ്കിൽ പോകണം, അല്ലെങ്കിൽ നിങ്ങളാരും വിശ്വസിക്കുകയില്ല. എന്നിട്ട് ഇവരുടെ ഈ കാര്യത്തിൽ ഒരു കാര്യങ്ങളും ചെയ്യിപ്പിക്കരുത്. എന്നിട്ട് വൈദികരെ ഒന്നും ഇത് വളരെ കൃത്യമായിട്ട് അക്കോട്ട് പറഞ്ഞാൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞ് വെച്ചിരിക്കുന്ന അതിനകത്തെ അതിനൊക്കെ കോപ്പികൾ ഞങ്ങളുടെ കൈ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓർക്കുക, ഇങ്ങനെയുള്ള ശിഥിലീകരണ ശക്തികളെ ഒക്കെ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് അകത്തു നിന്ന് നമുക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ ദൈവാനുഗ്രഹം പരിശുദ്ധ കുർബാന സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും വലിയ ഉദാശയാണ്. അതിലേക്ക് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് കമ്മ്യൂണിറ്റിയെ ഒന്നിച്ചു നിർത്തണം. ആത്മശക്തി ഉണ്ടാവും. പഠിക്കേണ്ടത് യഹൂദ എന്തേലും പേരുണ്ട്. അതെ, ഞാനതിപ്പോ കുർബാനയെ കുറിച്ച് ചോദിച്ചപ്പോൾ ലാസ്റ്റ് ഒരു ചോദ്യം കൂടെ ഉടനെ ഓടി വന്നതാണ്. ഈ ഏകീകൃത കുർബാന മൊത്തം നമ്മുടെ സീറോ മലബാർ സഭയിൽ നടപ്പാക്കാൻ വേണ്ടി ഒരു ബിഷപ്പ് അല്ലെങ്കിൽ സ്ഥാനത്യാഗം ചെയ്ത ഒരു ബലിയായി തീർന്നതാണോ എന്ന് അച്ഛന് തോന്നുന്നുണ്ട്? അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് ഞാൻ പറയുന്നില്ലെങ്കിലും ആ പിതാവിന്റെ ത്യാഗത്തിന്റെ ഫലം ഉണ്ടാകും. അത് സംശയമൊന്നുമില്ല. അങ്ങേരെ എടുത്ത വേദനയും അങ്ങേരെ എടുത്ത ക്ലേശങ്ങളും ഒരിക്കൽ പോലും ആലഞ്ചേരി പിതാവ് സഭയുടെ ചരിത്രത്തിലെ ഒരു വെള്ളി നക്ഷത്രമായിരിക്കും.